ഇത് ക്ലിപ്പാണ്, ബമ്പറിന്റെ ക്ലിപ്പ് അടിയില. ഇത് ഫ്രണ്ട് ഷോക്കിന്റെ ബുഷ്, ഇത് സ്റ്റെബിലൈസർ ബാറിന്റെ ബുഷ് മാറിയാക്കുന്നത്, പിന്നെ ബ്രേക്ക് പാഡ് മാറിയത്, വീലിന്റെ ടാഗ്, വീൽ കപ്പിന്റെ, പിന്നെ AC ഫിൽറ്റർ മാറിയിട്ടുണ്ട്, വീൽ കപ്പിന്റെ ടാഗ്. ഈ AC മറ്റേ നമ്മുടെ ക്യാബിനത്തെ ഫിൽറ്ററാണ് മാറിയത്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ഈ AC ഒന്ന് അടുക്ക് ഓഫ് ആവണ പരിപാടി ഫ്ലോ വരുന്നു. AC ഫിൽറ്റർ ബ്ലോക്ക് ആണല്ലേ? അത് ഞാൻ കണ്ട് ഡിക്കിലോ കണ്ടു. പിന്നെ ഇത് സ്ട്രക്ചർ മാറിയതിൻ്റെ, 2 ബുഷ് മാറിയതിൻ്റെ, ഇതും സ്റ്റെബിലൈസർ മാറിയതിൻ്റെ, പിന്നെ വീൽ അലൈൻമെൻറ്റ്, ഓൾ ബ്രേക്ക് ഓവറോളിങ് ക്ലീനിങ് ചെയ്തിട്ടുണ്ട്, ഗ്രീസിങ് ചെയ്തിട്ടുണ്ട്, വീൽ ബാലൻസിങ് ഫുൾ ചെക്കപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോർ റൂം എന്ന് പറഞ്ഞാൽ മറ്റേ ഡോർ ബീഡിങ് ഇല്ലേ, ഡോർ ബീഡിങ് കാര്യങ്ങളും വീൽസ് ലൂബും ചെയ്തിട്ടുണ്ട്. പിന്നെ ടയർ റൊട്ടേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല ടയറാണ് ഫ്രണ്ടിൽ ഇട്ടാക്കുന്നത്, ബാക്കിൽ മോശമാണ് ടയറൊക്കെ, നല്ല ടയർ ഇട്ടുണ്ട്. പിന്നെ കുറച്ച് കംപ്ലയിൻസ് ആണെന്ന് വെച്ചാൽ ബോഡി സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് വണ്ടി അവിടെ ഇവിടെ ആയിട്ട് ചെറുത്. പിന്നെ ഈ ഡോർ സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ട്, അത് വലിയ കാര്യമൊക്കെ ഉണ്ടാ. അത് നിങ്ങൾ ഡോറിൻ്റെ സ്വിച്ചില്ല, റൂഫിലല്ല, അതിൻ്റെ സ്വിച്ച്, ഡോറിൻ്റെ സ്വിച്ച് ഉണ്ട്, സൈഡിൽ ഒരു ബ്ലാക്ക് സ്വിച്ച് ഉണ്ട്. സാധനം നമുക്ക് സ്റ്റോക്ക് ഇല്ല, അത് കിട്ടാൻ കുറച്ച് പണിയാണ്. നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് അടിക്കുന്നത് ചെറിയ ചെറിയ കംപ്ലയിൻറ്റുകൾ. ക്ലച്ചിൻ്റെ ഒരു വൈബ്രേഷൻ അത് ഇടക്കുള്ളൂ. പിന്നെ ബാറ്ററിയുടെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ വിളിച്ചിട്ട്, ബാറ്ററിയുടെ വാട്ടർ ഫില്ല് ചെയ്യണം, ആസിഡ് വാട്ടർ, അത്രേ ഉള്ളൂ മെയിനായിട്ട്. വേറെ അങ്ങനെ ഒന്നും ഈ ഇപ്പം നമ്മൾ വെച്ചേക്കണല്ലേ, ഞാൻ നോക്കുമ്പോൾ പാർട്സ് അത് സ്വിഫ്റ്റിൻ്റെ ഫിൽറ്റർ തന്നെയാണ് ഇതിനുമ്പൊക്കെ. AC ഫിൽറ്റർ സ്വിഫ്റ്റിൻ്റെ സാധനം സെയിം തന്നെയാണല്ലേ? ഓക്കെ. എമൗണ്ട് 7760. പിന്നെ സ്റ്റെപ്പിന്